കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ മമ്മൂക്ക ഒരുപാട് വ്യത്യസ്തവും പരീക്ഷണാത്മകവുമായിട്ടുള്ള ചിത്രങ്ങൾ ചെയ്യുകയും അതെല്ലാം തിയേറ്റർ വിജയവുമായി എന്നിരിക്കുമ്പോഴും ഫാൻസിന് തിയേറ്ററിൽ നിന്ന് ആഘോഷിക്കാൻ പാകത്തിന് ഒരു ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ സിനിമ കിട്ടിയിട്ടില്ലായിരുന്നു. മമ്മൂട്ടി എന്ന നടനെ എക്സ്പ്ലോർ ചെയ്ത സിനിമകളായിരുന്നു ഇവയിൽ മിക്കവയും. ഭീഷ്മപർവ്വം മാത്രമായിരുന്നു ഒരു മാസ് പടം എന്ന നിലയിൽ പുറത്തിറങ്ങിയത്. എന്നാൽ മമ്മൂക്കയുടേതായി ഇനി വരാനുള്ളത് ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ സിനിമകളാണ്. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ മെയ് മാസത്തിൽ റിലീസ് ചെയ്യും. ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് സിനിമയിൽ മമ്മൂക്ക അവതരിപ്പിക്കുന്നത്. ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിലർ വൈകാതെ റിലീസ് ചെയ്യും. ഹൈ ഒക്ടേൻ ആക്ഷൻ രംഗങ്ങളുള്ള ഒരു മാസ് മസാല ചിത്രം തന്നെയായിരിക്കും ടർബോ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നവാഗതനായ ഡിനോ ഡെന്നിസ് ഡയറക്റ്റ് ചെയ്യുന്ന ഗെയിം ത്രില്ലർ ചിത്രമായ ബസൂക്കയും ഇക്കൊല്ലം തന്നെ റിലീസിനെത്തുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ ലുക്കിൽ ഒരു വ്യത്യസ്തമായ ജോണറിലാണ് ചിത്രം കഥ പറയുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വാർത്ത എന്തെന്നാൽ മമ്മൂട്ടി, അൻവർ റഷീദ്, അമൽ നീരദ് കോംബോയിൽ പുതിയ ചിത്രം വരുന്നു എന്നാണ്. അൻവർ റഷീദ് ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രത്തിന്റെ DOP നിർവഹിക്കുന്നത് അമൽ നീരദ് ആയിരിക്കും. അൻവർ റഷീദിന്റെ ആദ്യ ചിത്രമായ രാജമാണിക്യത്തിലും നായകനായി എത്തിയത് മമ്മൂക്കയായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ കോംബോ വീണ്ടും ഒന്നുകയാണ്. കൂടെ അമൽ നീരദും കൂടി ആകുമ്പോൾ ചിത്രം കലക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചിത്രത്തിന്റെ മറ്റ് ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം ഫഹദ്, കുഞ്ചാക്കോബൻ തുടങ്ങിയ വലിയ താരനിരയും ഉണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ ചിത്രം ഇക്കൊല്ലം അവസാനം അല്ലെങ്കിൽ അടുത്ത കൊല്ലമായിട്ട് റിലീസ് ചെയ്യും. എന്തായാലും മമ്മൂക്കയുടെ ഒരു ഫുൾ ഓൺ എന്റർടൈനർ സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന ചിത്രം ഏതാണ്? കമന്റ് ചെയ്യുമല്ലോ.